ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SSLC ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. The fifth term of an arithmetic sequence is 10 and the 10th term is 5. ഒരു സമാന്തര ശ്രേണിയിലെ അഞ്ചാം പദം 10ഉം പത്താം പദം 5ഉമാണ്. വാട്ട് ഈസ് ഇറ്റ്സ് 15th ടേം? ശ്രേണിയിലെ 15ആം പദം എന്താണ്? വാട്ട് ഈസ് ഇസ് 25th ടേം? ഓക്കെ, ഇവിടെ നമുക്ക് അഞ്ചാം പദം 10 എന്നും പത്താം പദം 5 എന്നാണ് തന്നിട്ടുള്ളത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത പോലെയാണ് അല്ലേ? അഞ്ചാമത്തെ പദം 10, പത്താമത്തെ പദം 5. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, അവിടുത്തെ കോമൺ ഡിഫറൻസ് അത് -1 ആണെന്നുള്ളത്. ഇനി നമുക്കൊന്ന് നോക്കാം. അഞ്ചാം പദം 10 ആണ്, പത്താം പദം 5 ആണ്. എന്താണ് നമ്മളുടെ ഇക്വേഷൻ? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കാണാൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്, അഥവാ പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. അപ്പൊ ഇതിലെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ പോവാണ് ഞാൻ. പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുത്തു. 5 - 10 എന്നാണ് എടുത്തത്. അപ്പൊ ആദ്യം സ്ഥാനം എഴുതുമ്പോൾ, പൊസിഷൻ എഴുതുമ്പോൾ 5ന്റെ സ്ഥാനം ആദ്യം എഴുതണം. 5ന്റെ സ്ഥാനം എത്രയാണ്? 10 മൈനസ് പിന്നെ 10ന്റെ സ്ഥാനം അതെത്രയാ? 5. 5ന്ന് 10 പോകൂലല്ലോ, ഇല്ല. അപ്പൊ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടണം. 10ന്ന് 5 പോയാൽ എത്രയാണ്? 5 ആണ്. വലുത് നെഗറ്റീവ് ആണ്, അപ്പൊ -5 വരും. താഴെ 10ന്ന് 5 പോയാൽ 5, അപ്പൊ -5/5. 5/5 1 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് ആയാൽ ആൻസറും നെഗറ്റീവ് ആവും. സോ D = -1. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 15ആം പദം കാണാനാണ്. നമ്മൾ തൊട്ടു മുമ്പത്തെ ചോദ്യങ്ങളൊക്കെ പറഞ്ഞ പോലെ 10ആം പദം നമുക്ക് തന്നിട്ടുണ്ട്. 10ആം പദത്തിന്റെ കൂടെ 5 പ്രാവശ്യം, 10ക്ക് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ 11ആം പദമായി, ഒരു വട്ടം കൂടിയും കൂട്ടിയാൽ 12ആം പദമായി, ഒരു വട്ടം കൂടിയും കൂട്ടിയാൽ 13ആം പദമായി, പിന്നെ 14ആം പദം, പിന്നെ 15ആം പദം. അഥവാ 5 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ അതാണ് 15 - ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത് കേട്ടോ. നോക്കിയാൽ x15 കാണാൻ ഇവിടെ നമ്മൾ എഴുതുന്ന നമ്പർ ഏതാണോ അതിൻ്റെ പൊസിഷൻ 15ന്ന് മൈനസ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങളിവിടെ എഴുതുന്നത് 5ആം പദാണെന്നുണ്ടെങ്കിൽ 15 - 5 ഇവിടെ എഴുതണം. നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം x1 + n - 1 × d എന്നാണ് നമ്മളുടെ xnന്റെ ഇക്വേഷൻ കേട്ടോ. എന്നിൽ നിന്നും നമ്മൾ ഇവിടെ എഴുതുന്ന പൊസിഷൻ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ n 15 ആണ്, പൊസിഷൻ 10 ആണ്. അപ്പോൾ 10ആമത്തെ പദം 5 ആണ്. 15ന്ന് 10 പോയാൽ 5, പൊതുവ്യത്യാസം -1. അപ്പോൾ 5 × -1 ആദ്യം ഗുണിക്കണം. 5 × -1 അത് -5 ആണ്. 5 - 5 എത്രയാ? 0. ഓക്കെ, ഇനി 25ആം പദം കാണണം. അതിന് ഞാൻ 15ആം പദത്തിൻ്റെ കൂടെ 10 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. അഥവാ ഇക്വേഷൻ പ്രകാരം 25 - 15 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 0 + 10 × -1 -10 എന്ന് കിട്ടും. 0 - 10 എത്രയാണ്? -10. ഓക്കെ, അപ്പൊ നമുക്ക് 15ആം പദം 0 എന്നും കിട്ടി, പിന്നെ 25ആം പദം 10 എന്നും കിട്ടി. ഓക്കെ അല്ലേ?